ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ആ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺമണി പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹിയോടും വിദ്യയോടുമായിട്ട് കൃഷ് അറിയിക്കുന്നുണ്ട്. വിചാരിക്കുന്നൊന്നും നടക്കുന്നില്ലല്ലോടാ എന്ന് പറഞ്ഞ് കൃഷ് നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ, സർ ഞാനൊരു ഐഡിയ പറയട്ടെ. സെൻട്രൽ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്യാൻ നമുക്കൊരു ഓഫർ കിട്ടിയിരിക്കുകയാണല്ലോ. ആ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് മാനസയും കൺമണിയും ഏൽപ്പിച്ചാലോ എന്നിങ്ങനെ വിദ്യ അഭിപ്രായം ചോദിക്കുമ്പോൾ കൃഷ് ആണെങ്കിലും ആലോചിക്കുന്നുണ്ട്. തുടർന്ന് വിദ്യ പറയുന്നുണ്ട്, രണ്ടുപേരും ഡിസൈൻ ചെയ്യുന്ന കാര്യം അവർ പരസ്പരം രണ്ടുപേരും അറിയാനും പാടില്ല. അവർ ഡിസൈൻ പൂർത്തിയാക്കട്ടെ, ആ ഡിസൈനുകളിൽ നിന്ന് സത്യം തെളിയും. മഹിയാണെങ്കിൽ ഇത് കേട്ടിട്ട് അത് നല്ല മാർഗമാണ്. കൺമണി ഡിസൈൻ ചെയ്തു തീർക്കുന്ന ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ ഡിസൈൻ കാണിക്കണം. നമ്മളവിടെ വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാവും എന്നിങ്ങനെ മഹിയും പറയുന്നുണ്ട്. അപ്പോൾ നാളെ തന്നെ ഡിസൈൻ ചെയ്യാനുള്ള ചുമതല കൺമണിയും മാനസയെ ഏൽപ്പിക്കണം. എന്തായാലും ഈ ഒരു കാര്യം കൃഷിന് സമ്മതമാവുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാവും, ആ സമയത്ത് ഇതിനെക്കുറിച്ച് പറയാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ കൃഷ്. പിന്നീട് മീറ്റിംഗിൽ കൃഷി എല്ലാവരോടുമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണ് ഈ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. ഡൽഹിയിൽ സെൻട്രൽ മിനിസ്ട്രിയുടെ ഒരു ഓഫർ വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്ക് മാത്രമല്ല, രാജ്യത്തെ പ്രമുഖമായ എല്ലാ ഡിസൈനിങ് ഗ്രൂപ്പുകൾക്കും ഈ ഓഫർ പോയിട്ടുണ്ട്. ഒരു ഡിസൈൻ കോമ്പറ്റീഷൻ എന്ന് തന്നെ പറയാം. മിനിസ്ട്രിക്ക് ലഭിക്കുന്ന ഡിസൈൻസിൽ നിന്ന് അവർ 15 ഡിസൈൻസിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കും. അതിവിദഗ്ധമായിട്ട് സമിതി പരിശോധിച്ച് ഒരു വിജയിയെയും കണ്ടെത്തും. ശങ്കർ മോഹൻ പ്രോജക്റ്റ് നമ്മൾ വിൻ ചെയ്തതിലൂടെ ഈ മേഖലയിലെ ശ്രദ്ധ അലിഗയിലേക്കും കൂടെ വന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രസ്റ്റീജിയസ് ചാലഞ്ചാണ്. ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം. ഈ ഓഫർ അലിഗ നേടണം. ഇത്തവണത്തെ റൂളെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഡിസൈൻ മാത്രമേ അയക്കാൻ പാടുള്ളൂ എന്ന, അതായത് അലിഗയിൽ നിന്ന് ഒരാളുടെ ഡിസൈൻ മാത്രമേ ഫോർവേഡ് ചെയ്യാൻ പറ്റൂ. ആ ആൾ നമ്മുടെ കമ്പനിക്ക് നേട്ടം കൊണ്ടുവരേണ്ട ഒരാളാണ്. അതാരാ? ആ ആളിനെ നമ്മൾ ഇപ്പോൾ കണ്ടെത്തണം എന്നിങ്ങനെ കൃഷി എല്ലാവരോടുമായിട്ട് ചോദിക്കുമ്പോൾ വിദ്യ പറയുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ചർച്ചയോ ആലോചനയോ ഒന്നിൻ്റെയും ആവശ്യമില്ല സർ. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ, വിജയിപ്പിക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ, മാനസ മാഡം. വിദ്യ അത് മാനസയുടെ പേര് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൈയടിക്കുന്നുണ്ട്. മാനസയാണെങ്കിൽ ഒന്ന് പതറുന്നുണ്ട്, എങ്കിലും എല്ലാവരുടെയും മുമ്പിൽ സന്തോഷം അഭിനയിച്ചിരിക്കുന്നു. മാനസ മേഡത്തെ പോലുള്ള ഡിസൈൻ ജീനിയസ് നമ്മുടെ കമ്പനിയിലുള്ളപ്പോൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. അല്ല, ഇനി എത്ര തന്നെ ചിന്തിച്ചാലും ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള മറ്റൊരാളെ കിട്ടാനും പ്രയാസമാണ് എന്നൊക്കെ പൊക്കി അടിക്കുന്നുണ്ട്. ശരിക്കും പ്രശംസിക്കുന്നുണ്ട് മാനസയെ വിദ്യ. മഹിയും പറയുന്നുണ്ട്, വിദ്യ പറയുന്നതിനോട് ഞാനും അനുകൂലിക്കുക. മാനസ മേഡത്തിന് ഈ വിജയം നമുക്ക് തരാൻ പറ്റൂ. ഇവരുടെ ഈ പ്രശംസയെല്ലാം കേട്ടിട്ട് മാനസയ്ക്കാണെങ്കിലും കുളിര് കോരുവാണ്, വളരെ സന്തോഷമാവാണ്. എല്ലാവർക്കും മുമ്പിലും ചിരിച്ചു നിൽക്കുമ്പോഴും മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വല്ലാത്തൊരു ട്രാപ്പിലായി പോയല്ലോ, എതിർക്കാനും പറ്റില്ലല്ലോ എന്നിങ്ങനെ. തുടർന്ന് കൃഷി ചോദിക്കുന്നുണ്ട് മാനസയോട്, അപ്പോൾ മാനസ ഈ ചാലഞ്ച് നീ ഏറ്റെടുക്കുമല്ലേ? മാനസയാണെങ്കിൽ ഇതിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട്, അല്ല കൃഷ്, എനിക്ക് മറ്റു ചില ഡ്യൂട്ടികൾ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആ ഡ്യൂട്ടികളൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇനി മാനസ ഈ ഡിസൈൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കൃഷ്. മാനസയാണെങ്കിലും ഒടുവിൽ അതിന് സമ്മതിച്ചു പോവുകയാണ്. തുടർന്ന് കൃഷി എല്ലാവരോടുമായിട്ട് അങ്ങനെ മാനസ നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് വിജയം നേടിത്തരാൻ പോവുകയാണ്. ഫൈനൽ വിൻ ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാവും മാനസയ്ക്ക് എന്നുകൂടെ കൃഷി പറയുമ്പോഴത്തേക്ക് എല്ലാവരും അത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ കൈയടിക്കുന്നുണ്ട്. മാനസയാണെങ്കിൽ വളരെ ടെൻഷനിലും, മഹിയും വിദ്യയും ഒക്കെ ആണെങ്കിലും മാനസയെ പരിഹാസത്തോടെ ഉറ്റു നോക്കുകയാണ്. നീ പെട്ടുപോയി, ഇനി രക്ഷയില്ല എന്നുള്ള രീതിയിൽ. അവസാനം കൃഷി മാനസയോടായിട്ട്, അപ്പോൾ മാനസ അങ്ങനെ നീ പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് എല്ലാം പിരിച്ചുവിടുന്നതും കൃഷും വിദ്യയും മഹിയും മാത്രമായി നിൽക്കുമ്പോൾ വിദ്യ കൃഷിനോടായിട്ട് പറയുന്നുണ്ട്, സാർ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, മാനസ മേഡത്തിന് ചുമതല കൊടുത്തപ്പോൾ മുഖം ഒന്ന് വിളറി. ഞാനും അത് ശ്രദ്ധിച്ചായിരുന്നു എന്ന് മഹിയും പറയുന്നു. എന്തായാലും കൃഷി പറയുന്നുണ്ട്, മാനസ വിളറാൻ കിടക്കുന്നതേ ഉള്ളൂ, ഞാനിനി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് ഈ ഡിസൈൻ്റെ ചുമതല ഏൽപ്പിക്കട്ടെ. അങ്ങനെയും തീരുമാനിച്ച് അവിടെ നിന്ന് പോവുകയാണ്. ഏതായാലും ഇത്തവണ നമ്മുടെ മാനസ സരോവരം പൊട്ടും, ഉറപ്പായും പൊട്ടും എന്ന് കണക്ക് കൂട്ടുകയാണ് കേട്ടോ വിദ്യയും മഹിയും. പിന്നീട് കൺമണിയോടായിട്ട് കൃഷി പറയുന്നുണ്ട്, രാജ്യത്തിലെ പല കമ്പനികളും മത്സരിക്കുകയാണ് ഈ ഒരു കോൺട്രാക്റ്റിന് വേണ്ടി. ശങ്കർ മോഹന് വേണ്ടി ചെയ്ത പഴയ ഡിസൈൻ്റെ പ്രശസ്തിയിലാണ് നമുക്ക് ഈ കോൺട്രാക്റ്റ് കിട്ടിയത്. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. ഈ ഡിസൈൻ ഏറ്റെടുത്ത് ചെയ്യാൻ കൺമണിയെയാണ് അലിഗ ചുമതലപ്പെടുത്തുന്നത്. കൃഷി ഇത് പറഞ്ഞതും കൺമണിയുടെ മുഖം വാടുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയാണ് പ്രതിഫലമെന്നും നാളെ മുതൽ കൺമണി ഡിസൈൻ തയ്യാറാക്കാനും കൃഷി പറയുന്നത് കേട്ട് കൺമണിയാണെങ്കിലും മനസ്സിൽ ചിന്തിക്കുന്നത് മാനസ പറഞ്ഞ ആ വാക്കുകളെ പറ്റിയാണ്. കൃഷിനോടുള്ള തൻ്റെ ആ ഒരു സ്നേഹം മാനസ തുറന്നു പ്രകടിപ്പിച്ച നിമിഷങ്ങളൊക്കെയാണ് കൺമണി ആലോചിക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും കൺമണിക്ക് തോന്നുകയാണ് ഈ ഓഫർ സ്വീകരിക്കേണ്ട എന്ന്. അത് കൃഷിനോട് തുറന്നു പറയുന്നു. അതെന്താ കൺമണി,
കൺമണി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനർ അല്ലേ? ജോബ് ആപ്ലിക്കേഷൻ സമയത്ത് കൺമണി സബ്മിറ്റ് ചെയ്ത ആ ഡിസൈൻ ഞാൻ കണ്ടിരുന്നു. എത്ര ക്രിയേറ്റീവ് ആണ് അതെല്ലാം. അപ്പോൾ ഇവരിങ്ങനെ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് ആന്റിയമ്മ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ട്. കൺമണി ഏതായാലും കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇനി ഒരു ഡിസൈൻ തയ്യാറാക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാനെന്ന്. കൃഷ്ണ പിന്നെയും നിർബന്ധിക്കുന്നുണ്ട് കൺമണിയെ. അവസാനം കൺമണി പറയും, ഇനി എന്നെ നിർബന്ധിക്കരുത് സർ, ഇതെന്റെ അപേക്ഷയാണ്. സത്യമായിട്ട് ഞാൻ പറയാണ്, എനിക്കിതിന് പറ്റില്ല. കൺമണി ഇത് പറഞ്ഞപ്പോൾ ആകെ വല്ലാതാവുന്നുണ്ട് കൃഷ്. ഈ പ്ലാനും ചീറ്റിപ്പോയല്ലോ എന്ന് തോന്നിപ്പോവുകയാണ്. കൃഷ് കൺമണിയുടെ അടുത്തുനിന്ന് പോയ ഉടനെ ആന്റിയമ്മ കൺമണിയെ സമീപിച്ചുകൊണ്ട്, അല്ല കൃഷ് നിന്നോട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ കൺമണി എന്ന് ചോദിക്കുമ്പോൾ, ഡൽഹിയിൽ നിന്ന് കമ്പനിക്ക് കിട്ടിയ ഒരു കോൺട്രാക്റ്റ്, ആ ഡിസൈൻ ഞാൻ തയ്യാറാക്കണമെന്ന് സാറ് പറഞ്ഞു. ഓഹോ അതാണോ, കൊള്ളാലോ, കോൾ അടിച്ചല്ലോ. പക്ഷേ എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് കൺമണി അറിയിക്കുമ്പോൾ, എന്ത് ബുദ്ധിമോശം മോളെ നീ കാണിച്ചത്, വന്നു കയറിയ മഹാലക്ഷ്മിയെ തട്ടിക്കളയാൻ പാടില്ല കേട്ടോ. കൺമണി പറയും, എനിക്കതിന് താല്പര്യമില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് കൺമണി അവിടെ നിന്ന് പോവുകയാണ്. ആന്റിയമ്മയാണെങ്കിലും മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട്. അതിനുശേഷം കൺമണിയോടുള്ള ആ അമർഷം കൃഷ് മഹിയോടും വിദ്യയോടുമായിട്ട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞ അവളെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാനാണ് എനിക്ക് തോന്നുന്നത്. വലിയ ആത്മീയ ആചാര്യയെ പോലെയാണ് അവളുടെ വർത്താനം. അവളുടെ മുമ്പിൽ അപേക്ഷിച്ചിട്ട് കാര്യം നടക്കാതെ വരികയെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ മുഖം അടിച്ച് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ വിദ്യ പറയും, സാർ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അവളൊരു പാവം കുട്ടിയാണ്, അതുകൊണ്ടാണ് അവൾ ആ തീരുമാനത്തിൽ തന്നെ നിൽക്കുന്നത്. അവളെ വിട്ടുകളയണ്ട, നമുക്ക് കൺമണിയിലൂടെ തന്നെ ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ കൃഷി പറയും, ഇതൊന്നും നടക്കില്ല, ഇനി അവളുടെ അടുത്ത് എനിക്ക് പോകാൻ വയ്യ. അപ്പൊ വിദ്യ പറയും, ഇനി അവളുടെ അടുത്ത് പോകണ്ട, വീട്ടിൽ പോയാൽ മതി. എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. ശങ്കർ മോഹൻ പ്രൊജക്ടിന് വേണ്ടി വരച്ച ഡിസൈൻ അവളുടെ വീട്ടിൽ എവിടെയോ ഉണ്ടെന്നല്ലേ അവള് സാറിനോട് പറഞ്ഞത്. അവളുടെ വീട്ടിലൊന്ന് തപ്പിക്കഴിഞ്ഞാൽ ആ ഡിസൈൻ കിട്ടിയാലോ, ആ വഴിക്കൊന്ന് ശ്രമിച്ചാലോ. എന്ന കൃഷി പറയും, അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അവളുടെ വീട്ടില് അവൾ ഇല്ലാത്ത സമയത്ത് പോകാൻ വീട്ടുകാരോട് കള്ളം പറയണം. മാത്രമല്ല ആ ഡിസൈനൊക്കെ അവൾ അപ്പോഴേ കയറി കളഞ്ഞു കാണും. കൃഷി അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. എന്നാൽ മഹി പറയും, അങ്ങനെ എഴുതി തള്ളാൻ വരട്ടെ, കൺമണി ഇല്ലാത്ത സമയത്ത് ആ വീട്ടിൽ കയറി ചെല്ലാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലടാ. നിന്നെ കാണുമ്പോൾ ആ വീട്ടുകാർക്ക് സന്തോഷം ഉണ്ടാവത്തേ ഉള്ളൂ. പിന്നെ ഡിസൈൻ കയറി കളഞ്ഞിട്ടുണ്ടാവുമെന്ന് ഒരിക്കലും ഇല്ല. അവൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വരച്ച ഒരു കലാസൃഷ്ടി എന്തായാലും നശിപ്പിച്ച് കളയില്ല. വിദ്യയും നിർബന്ധിക്കുന്നുണ്ട് കൃഷ്ണനെ. ശരിയാണ് സാർ, സാറ് അവളില്ലാത്ത സമയം വീട്ടിൽ പോയിട്ട് ആ ഡിസൈൻ സെർച്ച് ചെയ്യണം. അത് മാത്രമല്ല കൺമണിയുടെ അച്ഛനെ കൊണ്ട് കൺമണി നിർബന്ധിപ്പിച്ച ചിലപ്പോൾ പുതിയ ഡിസൈൻ വരയ്ക്കാനും പറ്റും. വിദ്യയും പറയുന്നുണ്ട്, സാർ ഇപ്പൊ തന്നെ അവളുടെ വീട്ടിലോട്ട് പോകണം. അവളുടെ അച്ഛനെയും ഒക്കെ സ്വാധീനിച്ച് നമ്മൾ മനസ്സിൽ കണ്ട കാര്യം നടത്താൻ നോക്കണം. എന്തായാലും ഇവരുടെ വാക്കുകൾ കേട്ട് കൃഷ് കൺമണിയുടെ വീട്ടിൽ തന്നെ പോകാൻ തീരുമാനിക്കുകയാണ് കേട്ടോ ഒടുവിൽ. അതേസമയം ധനലക്ഷ്മിക്ക് ഒരു കോള് വരികയാണ്. പലിശയുടെ കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും കൃഷിൻ്റെ കാറ് അവരുടെ വീടിന് മുറ്റത്ത് വന്നിറങ്ങുന്നത്. ധനലക്ഷ്മി അത് കാണുമ്പോഴത്തേക്കും, ഈ കാറ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, കൃഷിനെ കാണുമ്പോഴും ഇയാളെയും ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി. അപ്പോഴാണ് 2 ദിവസത്തിന് മുമ്പ് കൺമണിയെ കൂട്ടിക്കൊണ്ടു പോകാൻ കൃഷ് അങ്ങോട്ട് വന്ന കാര്യം ധനലക്ഷ്മിയുടെ മനസ്സിൽ തെളിയുന്നത്. അന്ന് വന്ന സമയത്ത് തന്നെ കൺമണിയുടെ അച്ഛനോടായിട്ട് ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇതാരാണ് വന്നതെന്ന്. അതാണ് അലിക ഡിസൈൻസിൻ്റെ MD എന്ന് ശ്രീനിവാസൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ധനലക്ഷ്മി ഓടിച്ചെന്ന് കൃഷിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുന്നുണ്ട്, സാറ് കൺമണി വർക്ക് ചെയ്യുന്ന ഓഫീസിലെ MD അല്ലേ? അതേന്ന് കൃഷി മറുപടി കൊടുക്കുന്നു. അല്ല, കൺമണിയുടെ അച്ഛൻ ഇവിടെ ഉണ്ടോ? എനിക്ക് അദ്ദേഹത്തിനെ ഒന്ന് കാണണം. കൺമണി ഓഫീസില്ലേ എന്ന് ധനലക്ഷ്മി ചോദിക്കുമ്പോൾ, കൺമണി ഓഫീസിലുണ്ട്, പക്ഷേ എനിക്ക് അവളുടെ അച്ഛനെ ഒന്ന് കാണണം, എനിക്ക് അർജൻറ്റായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് കൃഷി പറയുന്നത് കേട്ട് ധനലക്ഷ്മി അച്ഛനെ വിളിക്കുന്നുണ്ട്. കൃഷിനെ കാണുന്ന ശ്രീനിവാസനാണെങ്കിലും ആശ്ചര്യത്തോടെ, അല്ല സാറോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ധനലക്ഷ്മി ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, സാറ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് തന്നെ ഒരു ഐശ്വര്യമാണ്. ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, എന്താണ് സാർ, എന്താണ് കാര്യം? പേടിക്കണ്ട, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കൺമണിയെ പറ്റി തന്നെയാണ്. അല്ല, അവൾ അവിടെ എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഒപ്പിച്ചോ എന്ന് ധനലക്ഷ്മി ചോദിക്കുമ്പോൾ, ഏയ് അതൊന്നുമല്ല, സെൻട്രൽ മിനിസ്റ്ററിൽ നിന്നും നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്, നല്ലൊരു ഡിസൈൻ ചെയ്തു കൊടുക്കണം. പക്ഷേ ഇപ്പോൾ അലിക ഡിസൈൻസിലുള്ള ആർക്കും തന്നെ അങ്ങനെ ഒരു ഡിസൈൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരാൾക്ക് പറ്റും, അത് വേറെ ആർക്കുമല്ല, കൺമണിക്ക്. ഞാനത് അവളോട് സംസാരിച്ചതാണ്, പക്ഷെ അവളത് കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ അവളോട് ഒന്ന് പറയണം, അലിക ഡിസൈൻ രക്ഷിക്കാൻ അവൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു ഡിസൈൻ ചെയ്തു തരണമെന്ന് അവളോട് അച്ഛൻ പറയണമെന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എന്തായാലും അവൾ നേരത്തെ ഒരു തീരുമാനം എടുത്തതാണ്, ഇനി ആർക്കു വേണ്ടിയും ഒരു ഡിസൈനും ചെയ്യില്ല എന്ന്. അതുകൊണ്ട് തന്നെ എനിക്കും അവളോട് ഇക്കാര്യം പറയാൻ പറ്റില്ല. കാരണം ഇനി ആര് പറഞ്ഞാലും അവളുടെ ആ ഒരു തീരുമാനം അവൾ മാറ്റാൻ തീരുമാനിക്കില്ല. സത്യത്തിൽ ഈ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ എൻ്റെ മോളുടെ മനസ്സിനെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. അതിനുശേഷം അവളുടെ ഡിസൈനും എല്ലാം
അവളൊരു പെട്ടിയിൽ അടച്ചു പൂട്ടി ഇട്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മി പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, അച്ഛൻ പറഞ്ഞാൽ മതി, അവൾ കേട്ടോളും. ഇല്ല, ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. ഇതെല്ലാം കേൾക്കുന്ന കൃഷി പറയുന്നുണ്ട്, കേട്ടോ സത്യത്തിൽ കിട്ടാൻ പോകുന്ന ലക്ഷങ്ങളാണ്. ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട് ആശ്ചര്യത്തോടെ, എന്ത് ലക്ഷങ്ങളോ? അതെ, വലിയ വലിയ ഡിസൈനർമാർ കോടികൾ വരെ സമ്പാദിക്കുന്നുണ്ട്. കോടികളോ? അങ്ങനെയും പറഞ്ഞ് വീണ്ടും ധനലക്ഷ്മി കണ്ണു തള്ളി നിൽക്കുവാണ്. ശേഷം ശ്രീനിവാസനോടായിട്ട്, പ്ലീസ് അച്ഛാ, അവളോട് എന്തെങ്കിലും ഒന്ന് വരയ്ക്കാൻ പറ. പക്ഷെ ശ്രീനിവാസൻ പറയും, കേട്ടോ ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കില്ല, ശ്രമിക്കാം എന്നുള്ള പ്രതീക്ഷ പോലും ഇപ്പൊ തരുന്നില്ല. കൃഷ്ണാണെങ്കിൽ വല്ലാതെ ആവുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും കൺമണിയുടെ റൂം ഒന്ന് പരിശോധിച്ചെങ്കിൽ അന്ന് ആ ശങ്കർ സാറിന് കൊടുത്ത ഡിസൈനിനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടിയേനെ. എന്നിട്ട് അവരോടായിട്ട് പറയുന്നുണ്ട്, അല്ല വിരോധം ഇല്ലെങ്കിൽ ഞാൻ കൺമണിയുടെ റൂം ഒന്ന് കണ്ടോട്ടെ. കൺമണി വലിയ ഡിസൈനർ അല്ലേ, ഞാനും ഒരു ഡിസൈനറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില കൗതുകങ്ങളുണ്ട്. എനിക്ക് അവളുടെ റൂം ഒന്ന് കണ്ടാൽ മാത്രം മതി, വിരോധം ഇല്ലെങ്കിൽ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ പറയുമ്പോൾ, അതിനെന്താ സാർ അവളുടെ റൂം പോയി കണ്ടോളൂ. ധനലക്ഷ്മിയോടായിട്ട്, മോളെ സാറിന് ആ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അതേസമയം കൃഷി പറയുന്നുണ്ട്, ഞാനിവിടെ വന്ന കാര്യം കൺമണി ഒരിക്കലും അറിയാൻ പാടില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ കൺമണിയുടെ വീട്ടുകാരെ സ്വാധീനിക്കാൻ വന്നു എന്ന് അറിഞ്ഞാൽ അതെനിക്ക് മോശമാണ്. ശ്രീനിവാസനാണെങ്കിലും ഞാൻ ഇക്കാര്യം കൺമണിയോട് പറയില്ല എന്ന് തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കൺമണിയുടെ റൂമിലോട്ട് ചെല്ലുവാണ് കൃഷ്. ധനലക്ഷ്മി അവിടേക്ക് കൊണ്ടുവന്നിട്ട് കൃഷ്ണനോടായിട്ട് പറയുന്നുണ്ട്, സാർ ഇതാണ് കൺമണിയുടെ റൂം. അവൾ ഈ റൂമിനകത്ത് കയറിയാൽ തിന്നുമില്ല കുടിക്കുകയില്ല, എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് വരയോട് വരാം, അതിനിടയ്ക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മിയെ കൃഷി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് കൺമണിയുടെ റൂം പരിശോധിക്കാനായിട്ട് നിൽക്കുകയാണ്. അലമാരയൊക്കെ തുറന്ന് അതിനകത്തുള്ളതെല്ലാം പുറത്തേക്ക് ഇടുമ്പോൾ ധനലക്ഷ്മി ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് കൃഷി എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കൗതുകത്തോടെ.